ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു വൈറലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു പരിപ്പ് കറിയില്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പരിപ്പ് 200 ഗ്രാം പരിപ്പായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം സവാള ഉപയോഗിക്കാം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ, പേസ്റ്റാണ്. പിന്നെ 2 പച്ചമുളകും 2 ചെറിയ തക്കാളിയും കൂടെ കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പ് നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവാള ഇട്ട് കൊടുക്കണേലേറെ ടേസ്റ്റ് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വൈറലിൽ സവാളയാണ്. അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിൽ കേട്ടോ. 4ാമത്തെ വിസിൽ ചെറിയ തീയിലാക്കിയിട്ട് വേണം 4ാമത്തെ വിസിൽ കേട്ടോ. ഫുൾ തീയിൽ നമ്മൾ 3 വിസിൽ, ചെറിയ തീയിൽ 1 വിസിൽ. അപ്പോൾ ഇതിന് ഇതുപോലെ ആയിട്ടോ. അപ്പോൾ നിങ്ങൾ സാമ്പാർ പരിപ്പല്ല, സാദാ പരിപ്പാണേ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം പരിപ്പ് കറി വെച്ചിരിക്കും തോറും ഒന്നിങ്ങനെ നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇത്രയും ലൂസാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡലിക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇത്ര ലൂസേ പാടുള്ളൂ, നല്ല ലൂസാക്കി എടുക്കരുതേ. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടായി വരുമ്പോൾ നമുക്ക് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണിന് കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗരം മസാല അല്ല കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ അതിലും കുറച്ച് മല്ലിപ്പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം ഗരം മസാല ഇടുമ്പോൾ നമ്മളൊരു നോണക്കൊക്കെ പോട്ടും, നോൺ വെജ് ഭക്ഷണത്തിൻ്റെ ഒരു രുചി കിട്ടും, അതുകൊണ്ട് അതിടുന്നില്ല. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒറിഗാനോൻ്റെ പാക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ബോട്ടിൽ കിട്ടും, എന്താ വാങ്ങി വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ. അത് മസ്റ്റാണ്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ ഓഫിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഓഫിലാണ്, അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് മറ്റേതൊക്കെ ഇടുമ്പോൾ ഇതിന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓണാക്കിയിട്ട് ചെറുതായിട്ട് വെക്കണം, ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് എന്നുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ആ ഒരു മണമൊക്കെ മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പരിപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, നല്ല തിക്കിലായിട്ട് ഇത് നിൽക്കുന്നത്. ഇതാണ് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും ചോറുക്കൊക്കെ ആണെങ്കിലും ഈ ഒരു തിക്നെസ് ആട്ടോ നല്ലത്, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തന്നെ നാക്കിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഇടാനുള്ളത് നെയ്യാണ് കേട്ടോ. 1 ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നെയ്യും ആ ഒരു ഒറിഗാനോയും കാണും കേട്ടോ. നമ്മുടെ ഈ ഒരു കറിൻ്റെ ആ ടേസ്റ്റിനുള്ള ഒരു വ്യത്യാസം നമ്മൾ സാധാ പരിപ്പ് കറിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ശേഷം 1 മിനിറ്റോളം ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. അത് ആ ഒരു നെയ്യും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മൂടി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ സാധാരണ കഴിക്കുമ്പോൾ കുറച്ച് സമയം മൂടി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അത്രക്കും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ല, ഞാൻ അതൊന്ന് തുറന്ന് നോക്കിയതാട്ടോ. 1 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നവരെ അങ്ങനെ മൂടി വെക്കാം. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തിൻ്റെ കൂടെയും പോകും, അങ്ങനെ ഏതൊന്നുമില്ല. പൊറോട്ട അടക്കം നമുക്ക് ഇത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.